ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ നിയമസഭയിൽ പൂർത്തിയായി. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വിശദീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തു പ്രഖ്യാപിച്ചാലും നടപ്പാക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കേരളമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കോവിഡ് കാലത്ത് കൂടിയ തുകയ്ക്ക് PPE കിറ്റ് വാങ്ങിയെന്ന CAG റിപ്പോർട്ട് തള്ളി ആരോഗ്യമന്ത്രി വീണ ജോർജ്. PPE കിറ്റ് ദൌർലഭ്യം പരിഹരിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചതെന്ന് മന്ത്രി. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യതലസ്ഥാനം. ഫുൾ ഡ്രസ് റിഹേഴ്സൽ കർത്തവ്യപഥിൽ ഇന്ന് നടന്നു. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങിലെ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് 2 സ്കൂളുകൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കി ഒരാഴ്ചയ്ക്കകം ഉത്തരവിറക്കുമെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. 38ാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അന്താരാഷ്ട്ര ബാസ്കറ്റ്ബോൾ താരം PS ജീന കേരളത്തിനായി പതാകയേന്തും. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഗ്രൂപ്പ് മത്സരത്തിൽ മധ്യപ്രദേശിനെതിരെ ശക്തമായ നിലയിൽ കേരളം. വാർത്തകൾ വിശദമായി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ നിയമസഭയിൽ പൂർത്തിയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ചകൾക്ക് മറുപടി നൽകി. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കേരളത്തെ വ്യവസായ നിക്ഷേപ സൌഹൃദമാക്കി മാറ്റിയെടുക്കാനും IT മേഖലയിൽ വൻ നേട്ടമുണ്ടാക്കാനും സംസ്ഥാന സർക്കാരിന് സാധിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ലൈഫ് മിഷനിലൂടെ ഭവനരഹിതർക്ക് വീടുകൾ ഉറപ്പുവരുത്താനും LDF സർക്കാരിനായി. വിഴിഞ്ഞം പദ്ധതി 2028 യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയും മുഖ്യമന്ത്രി പങ്കുവച്ചു. വിഴിഞ്ഞം തുറമുഖം സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടന്നുവരികയാണ്. 2028ഓടെ ആ പദ്ധതി പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കാര്യത്തിൽ 1ാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത്. സർ, നമ്മുടെ നാട് സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ നടത്തുന്ന മുന്നേറ്റം ആർക്കും കണ്ടില്ലെന്നടിക്കാനാവില്ല. സർ, IT വ്യവസായ രംഗത്ത് കേരളം ഗണ്യമായ പുരോഗതി കൈവരിക്കുകയാണ്. IT രംഗത്തെ കയറ്റുമതി ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ 34,123 കോടി രൂപയായിരുന്നു. ഇപ്പോഴത് 90,000 കോടി രൂപ കടന്നിരിക്കുകയാണ്. നന്ദിപ്രമേയ ചർച്ച പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ സംസ്ഥാന ബജറ്റ് അവതരണത്തിനായി അടുത്ത മാസം 7-നാകും വീണ്ടും ചേരുക. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ആവർത്തന വിരസതയും നയമില്ലായ്മയുമാണ് ഉള്ളതെന്നും എന്തു പ്രഖ്യാപിച്ചാലും നടപ്പാക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കേരളമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. നന്ദിപ്രമേയത്തെ എതിർത്തുകൊണ്ട് നിയമസഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നികുതി പിരിവിൽ സംസ്ഥാനം ദയനീയമായി പരാജയപ്പെട്ടതായും രൂക്ഷമായ വിലക്കയറ്റം ഉണ്ടാകുമ്പോഴും വിപണി ഇടപെടൽ നടത്താൻ സർക്കാരിന് കഴിയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 550 രൂപയ്ക്ക് PPE കിറ്റ് നൽകാൻ തയ്യാറായ കമ്പനിയെ ഒഴിവാക്കിയാണ് കോവിഡ് കാലത്ത് 1550 രൂപയ്ക്ക് PPE കിറ്റ് വാങ്ങിയതെന്ന വിമർശനവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. കോവിഡ് കാലത്ത് കൂടിയ തുകയ്ക്ക് PPE കിറ്റ് വാങ്ങിയെന്ന CAG റിപ്പോർട്ട് തള്ളി ആരോഗ്യമന്ത്രി വീണ ജോർജ്. PPE കിറ്റിനടക്കം ദൌർലഭ്യം നേരിട്ടപ്പോൾ എങ്ങനെയും അത് സംഭരിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചതെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കോവിഡിനെ ഫലപ്രദമായി കൈകാര്യം ചെയ്ത സംസ്ഥാനമാണ് കേരളമെന്നും നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ മന്ത്രി വ്യക്തമാക്കി. കാലാവധി കഴിഞ്ഞ മരുന്ന് സംസ്ഥാനത്ത് വിതരണം ചെയ്തെന്ന CAG റിപ്പോർട്ടിലെ ആരോപണവും മന്ത്രി തള്ളി. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യതലസ്ഥാനം. രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും സൈനിക ശക്തിയും പ്രകടമാക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ കർത്തവ്യപഥിൽ ഇന്ന് നടന്നു. ജനുവരി 26 രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച ശേഷമായിരിക്കും പരേഡ് ആരംഭിക്കുക. കർത്തവ്യപഥിൽ നടക്കുന്ന മാർച്ച് പാസ്റ്റിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. 31 നിശ്ചല ദൃശ്യങ്ങളും പരേഡിൽ അണിനിരക്കുന്നുണ്ട്. സമൂഹത്തിന്റെ നാനാതുറയിൽ നിന്നുള്ള 10,000 പേർ റിപ്പബ്ലിക് ദിന പരേഡ് വീക്ഷിക്കാൻ പ്രത്യേക ക്ഷണിതാക്കളായെത്തും. കേരളത്തിൽ നിന്നും 150ഓളം പേർക്കാണ് ഇതിനായി ക്ഷണം ലഭിച്ചത്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നും അവസരം ലഭിച്ച നെടുമങ്ങാട് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ E. ജിഷിത ആകാശവാണിയോട് 2024 മികച്ച CDPOയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചതിനാലാണ് റിപ്പബ്ലിക് ദിന പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് എന്നെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. വനിതാ ശിശു വികസന രംഗത്തെ നൂതനവും മാതൃകാപരവുമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിനാണ് എനിക്ക് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു അഭിമാന നിമിഷമാണ്. ഒത്തിരി സന്തോഷമുണ്ട്. എന്നോടൊപ്പം കേരളത്തിലെ 5 ജില്ലകളിൽ നിന്നുള്ള സംസ്ഥാന അവാർഡ് ജേതാക്കളായ 5 അംഗനവാടി പ്രവർത്തകരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്.
നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 128-ാം ജന്മവാർഷിക ദിനം രാജ്യം ഇന്ന് പരാക്രം ദിവസായി ആഘോഷിച്ചു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ നേതാജിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് 2 സ്കൂളുകൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കി ഒരാഴ്ചയ്ക്കകം ഉത്തരവിറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. തിരുനാവായ നാവാമുകുന്ദ സ്കൂളിന്റെയും കോതമംഗലം മാർബേസിൽ സ്കൂളിന്റെയും വിലക്കാണ് നീക്കാൻ തീരുമാനമായത്. സംഭവത്തിന് നേതൃത്വം നൽകിയ അധ്യാപകരുടെ വീഴ്ച പരിശോധിക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായും റിപ്പോർട്ട് നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ നടപടി കൈക്കൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തിനകം സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പോഷ് ആക്ട് പ്രകാരമാണ് നടപടി. 10 അതിലധികമോ ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഇന്റേണൽ കമ്മിറ്റി ഉണ്ടായിരിക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. DC ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 8ാം പതിപ്പിന് കോഴിക്കോട് ബീച്ചിൽ തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോടിന് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്നതിന് KLF സഹായകരമായതായി മുഖ്യമന്ത്രി പറഞ്ഞു. റിപ്പബ്ലിക് ദിനാചരണത്തോടനുബന്ധിച്ച് കൊച്ചി ഉൾപ്പെടെയുള്ള എല്ലാ വിമാനത്താവളങ്ങളിലും വരും ദിവസങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ വർദ്ധിപ്പിച്ചതായി സിയാൽ അറിയിച്ചു. ഈ സാഹചര്യം കണക്കിലെടുത്ത് യാത്രക്കാർ വിമാനത്താവളത്തിൽ നേരത്തെ എത്തിച്ചേരണമെന്നും നിർദ്ദേശമുണ്ട്. മുനമ്പം ഭൂപ്രശ്നം സംബന്ധിച്ച് സർക്കാർ നിയോഗിച്ച CN രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ സിറ്റിംഗ് പൂർത്തിയായി. വിഷയവുമായി ബന്ധപ്പെട്ട പരാതികളും അഭിപ്രായങ്ങളും കമ്മീഷന് നേരിട്ട് സമർപ്പിക്കാൻ ജനുവരി 30 വരെ അവസരമുണ്ടായിരിക്കും. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ PG ഇൻസ്റ്റിറ്റ്യൂട്ടായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിച്ച ട്രീറ്റ്മെന്റ് ആൻഡ് അക്കാദമിക് ബ്ലോക്ക് ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. 97,55,00,000 രൂപ ചെലവഴിച്ച് 4 നിലകളിലായി നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിൽ അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കെട്ടിട സമുച്ചയത്തിന്റെ 1ാം നിലയിൽ മെഡിക്കൽ ഓങ്കോളജി വിഭാഗത്തിനായി 41 കിടക്കകളോടുകൂടിയ ഡേ കെയർ കീമോതെറാപ്പി വാർഡും മറ്റ് അനുബന്ധ സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 2ാം നില പൂർണ്ണമായും അക്കാദമിക് ആവശ്യങ്ങൾക്കുള്ളതാണ്. ഹെമറ്റോ ഓങ്കോളജി വിഭാഗത്തിനായി ഡേ കെയർ കീമോതെറാപ്പി വാർഡ്, ഡീലക്സ് മുറികൾ, ഫാർമസി എന്നിവ ഉൾപ്പെടെയുള്ളതാണ് 3ാമത്തെ നില. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ രീതിയിലൂടെ നടത്തുന്ന റോബോട്ടിക് സർജറി സംവിധാനം, പ്ലാസ്മ സ്റ്റെറിലൈസർ, ഇൻക്യുബേഷൻ സെന്റർ, വയർലെസ് ഇൻഫ്യൂഷൻ മോണിറ്ററിംഗ് സംവിധാനം, പ്രത്യേക സൌകര്യങ്ങളോടുകൂടിയ ഓപ്പറേഷൻ തിയേറ്റർ എന്നീ പദ്ധതികളും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 38ാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അന്താരാഷ്ട്ര ബാസ്കറ്റ്ബോൾ താരം PS ജീന കേരളത്തിനായി പതാകയേന്തും. 550 അംഗ സംഘമാണ് 29 ഇനങ്ങളിലായി സംസ്ഥാനത്ത് നിന്നും ഗെയിംസിൽ പങ്കെടുക്കുന്നത്. ആദ്യ സംഘം ഇന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനമാർഗം പുറപ്പെട്ടു. ഈ മാസം 28 മുതൽ ഫെബ്രുവരി 14 വരെ ഉത്തരാഖണ്ഡിലാണ് ദേശീയ ഗെയിംസ് നടക്കുക. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഗ്രൂപ്പ് മത്സരത്തിന്റെ ആദ്യ ദിനത്തിൽ മധ്യപ്രദേശിനെതിരെ കേരളം ശക്തമായ നിലയിൽ. ആദ്യ ഇന്നിംഗ്സിൽ മധ്യപ്രദേശ് 160 റൺസിന് പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കേരളം ഇന്ന് കളി അവസാനിക്കുമ്പോൾ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 54 റൺസ് എന്ന നിലയിലാണ്. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് ജംഷഡ്പൂർ FCയെ നേരിടും. ഹൈദരാബാദിലെ GMC ബാലയോഗി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 115 പോയിന്റ് ഉയർന്ന് 76,520-ലും നിഫ്റ്റി 50 പോയിന്റ് നേട്ടത്തിൽ 23,205-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 60,200 രൂപയും ഗ്രാമിന് 7,525 രൂപയുമാണ് ഇന്നത്തെ വില. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDFന്റെ മലയോര സമര പ്രചാരണ യാത്ര മറ്റന്നാൾ കണ്ണൂർ കരുവഞ്ചാലിൽ നിന്ന് ആരംഭിക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ യാത്ര ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ നിയമസഭയിൽ പൂർത്തിയായി. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വിശദീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്തു പ്രഖ്യാപിച്ചാലും നടപ്പാക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കേരളമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോവിഡ് കാലത്ത് കൂടിയ തുകയ്ക്ക് PPE കിറ്റ് വാങ്ങിയെന്ന CAG റിപ്പോർട്ട് തള്ളി ആരോഗ്യമന്ത്രി വീണ ജോർജ്. PPE കിറ്റ് ദൌർലഭ്യം പരിഹരിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചതെന്ന് മന്ത്രി. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യ തലസ്ഥാനം. ഫുൾ ഡ്രസ് റിഹേഴ്സൽ കർത്തവ്യപഥിൽ ഇന്ന് നടന്നു. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങിലെ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് 2 സ്കൂളുകൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കി ഒരാഴ്ചയ്ക്കകം ഉത്തരവിറക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 38ാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അന്താരാഷ്ട്ര ബാസ്കറ്റ്ബോൾ താരം PS ജീന കേരളത്തിനായി പതാകയേന്തും. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഗ്രൂപ്പ് മത്സരത്തിൽ മധ്യപ്രദേശിനെതിരെ ശക്തമായ നിലയിൽ കേരളം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.